ഹായ് ഗൈസ്, ബിഗ് ബോസ് ഇന്ന് രാവിലെ തൊട്ട് അടിയാണ്. ഒന്നിയിലും അക്ബർ തമ്മിൽ അടിയാണ്. അക്ബർ നന്നായി ചീത്ത വിളിച്ചിട്ടുണ്ട്. അത് ബിഗ് ബോസിനോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് അക്ബർ ഒഴിവാക്കണം എന്ന് ഒന്നിയിൽ പറയുന്നുണ്ട്. കാരണം ഇതിന് മുന്നേ രേണുവിന് മോശമായിട്ടുള്ള ഓമന പേര് കൊടുത്തു. അപ്പൊ രണ്ടു പേരും പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പുറത്താകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ ഈ ഒരു മിഡ് വീക്ക് എവിക്ഷനിലും വീക്ക്ലി എവിക്ഷനിലും ഒഴിവാവുന്ന 2 or 3 പേരിൽ ഒരാൾ പോയി കിട്ടിയല്ല. അത് മനസ്സിലാക്കിയിട്ടായിരിക്കും പുള്ളിക്കാരൻ പറയുന്നത്. പുള്ളിക്കാരൻ മിഡ് വീക്ക് എവിക്ഷനിലുണ്ട് 6 പേരിൽ ഒരാളായിട്ടുണ്ട്. പുള്ളി നല്ലൊരു കുക്കാണ്. അപ്പൊ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി, നല്ല ഫുഡ് ഉണ്ടാക്കുന്നവരോട് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. നല്ല ഫുഡ് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ആ ഒരു വഴിയിൽ ഇങ്ങനെ കടന്നു പോവാന്നാണ് കരുതിയത്. പക്ഷെ മുന്നത്തെ സീസൺ പോലും നല്ല സീസൺ 7 7 പണി തുടക്കത്തിലുണ്ട്. ഫസ്റ്റ് വീക്ക് തൊട്ട് ഇവർക്ക് ടാസ്ക് ആണ്. ആദ്യം തന്നെ ഇവരുടെ ഡ്രസ്സും ഇവരുടെ മേക്കപ്പ് സാധനങ്ങളും വളരെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്ത് പണിപ്പുരയിൽ വെച്ചു. അത് കിട്ടണമെങ്കിൽ തൊട്ട് ഗെയിം കളിക്കണം. ആദ്യമേ പണി കൊടുത്തോണ്ടാണ് ബിഗ് ബോസ് തുടങ്ങിയത്. തൊട്ട് മുന്നത്തെ സീസൺ 6th സീസണിൽ ചിലപ്പോൾ ഈ ഒരു സംഭവം, ഈ ഒരു സ്ട്രാറ്റജി, നല്ല ഫുഡൊക്കെ കൊടുത്ത ആൾക്കാരെ സോപ്പിട്ട് അപ്പുറം ഇപ്പുറം കുത്തിത്തിരിപ്പൊക്കെ ആക്കിയ വർക്കൗട്ട് ആയാനെ. സീസണിൽ പ്രത്യേകിച്ച് വലിയ കണ്ടന്റ് ഒന്നും ഇല്ല. അതിന് മുന്നത്തെ സീസണിലും ട്രൈ ചെയ്യായിരുന്നു. പക്ഷെ ഈ ഒരു സീസണിൽ അതിനുള്ള യാതൊരു സാധ്യതയും ബിഗ് ബോസ് ആദ്യം തന്നെ കൊടുത്തിട്ടില്ല. വ്യാഴാഴ്ചക്കുള്ള 1 or 2 പേര് മിഡ് വീക്ക് എവിക്ഷന്റെ ഭാഗമായിട്ട് പോകും. അപ്പൊ ഫുള്ള് ടെൻഷനിലാണ് എല്ലാരും. ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാരും ആകെ ഒരു അലമ്പാക്കുന്നുണ്ടായിരുന്നു. വെറുതെ അടികൂടുക, കണ്ടതിന് കേട്ടതിന് അടികൂടുക, ബഹളാക്കുക, പ്രശ്നമാക്കുക, ഫുള്ള് എല്ലാരും ഇങ്ങനെ എരിപൊരി ആയിട്ടാണ് നിൽക്കുന്നത്. എല്ലാ കണ്ടസ്റ്റൻസിനെ കാട്ടും ബിഗ് ബോസ് നന്നായിട്ട് കളിക്കുന്നുണ്ട്. അനീഷ് ഉണ്ട് അടുക്കളയിൽ പോയിട്ട് ഒന്നും രണ്ടും പറഞ്ഞ് ഇങ്ങനെ ചൊറിഞ്ഞോണ്ട് നിൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ജിസേല് ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നത് നല്ല കട്ടിക്കിട്ടും വേവാതെ നല്ല കട്ടിക്കുള്ള ദോശ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ബിന്നി കംപ്ലൈന്റ് പറയുന്നുണ്ട്. കുറച്ച് നേർങ്ങനെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് വേവൊക്കെ ചെയ്ത് തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഭക്ഷണം ഒന്നും ഇല്ല ഇവർക്ക് അവിടെ ഒരു ടോട്ടൽ പട്ടിണിയിലാണ് നിൽക്കുന്നത്. ബിന്നി പറഞ്ഞ കറക്റ്റ് ആണ്. നേർങ്ങനെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കാനും നല്ലതാണ്, വേവും ചെയ്യും. അപ്പൊ എണ്ണം കൂടും, നമുക്ക് എണ്ണത്തിൽ കൂടുതൽ കൊടുക്കാനും പറ്റും. ആ ഒരു സംഭവം വർക്കൗട്ട് ആയാണ്. പക്ഷെ ജിസല ഒരു തരത്തിലും വഴങ്ങുന്നില്ല. പിന്നെ പറയുന്നതായിട്ട് ഷാനവാസ് ജിസലിനോട് പറയുന്നുണ്ട് നേർങ്ങനെ ഒഴുക്ക്, ഇത് വേവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്തു, ജിസല നേരെ വന്നിട്ട് ഷാനവാസിന്റെ പ്ലേറ്റിലുണ്ടായ ഗോതമ്പ് ദോശ എടുത്ത് കല്ലിലിട്ട് വേവിച്ചു കൊടുത്തു. അല്ലാതെ പുള്ളിക്കാരി ഒഴിക്കുന്നതിൽ യാതൊരു മാറ്റവും ഇല്ല. അതാ പറഞ്ഞ എല്ലാരും ഭയങ്കര കടുംപിടുത്തം, ഭയങ്കര ദേഷ്യം, കണ്ടതിന് കേട്ടതിന് റിയാക്ട് ചെയ്യുക, അങ്ങനത്തെ ഒരു മോഡിലായി. ഒരു ഹൈലി ടെൻഷനായി ആ ഒരു ഹൗസിൽ. കാരണം 2 എവിക്ഷൻ വന്നു. 20 പേരിൽ 19 ആളും നോമിനേറ്റഡ് ആണ്. എവിക്ഷൻ പ്രോസസ്സിലുണ്ട്. അഭിലാഷ് മാത്രം ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ബാക്കി എല്ലാരും ലിസ്റ്റിലുണ്ട്. സോ എല്ലാരും ഒരുമാതിരി പൊരിഞ്ഞുകൊണ്ട് നടക്കുമെന്ന്. ഇന്നത്തെ എപ്പിസോഡ് ഫുൾ നോമിനേഷൻ എപ്പിസോഡാണ്. രാവിലെ തൊട്ട് ഇന്നലെ ടാസ്ക് തുടങ്ങി, റാങ്കിങ് ടാസ്ക് തുടങ്ങി. റാങ്കിങ് ടാസ്ക് എല്ലാം കുറെ കഴിഞ്ഞ് ഒരു ബിഗ് ബോസിന്റെ പകുതി അല്ലെങ്കിൽ അവസാനാകുമ്പോൾ വെക്കുന്ന ഒരു ടാസ്ക്. അത് നേരത്തെ വെച്ച് ആൾക്കാരൊന്നും എന്താ പറയാ, പുറത്തുള്ളവരെ അതിന്റെ ഉള്ളിലുള്ളവരെല്ലാം ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. റാങ്കിങ് ടാസ്ക് കൊളാക്കി നിർത്തി വെക്കേണ്ടി വന്നു. ഇന്നത്തെ റാങ്കിങ് ടാസ്ക് പക്ക പണിപ്പുരയിൽ പോയി സാധനം എടുക്കാൻ വേണ്ടി മാത്രമാണ്. അതിന്റെ ഇടയിൽ വേണമെങ്കിൽ ഫൈറ്റ് ചെയ്ത് റാങ്കിങ്ങിൽ ചേരാം, അത്രേ ഉള്ളൂ. അവർക്കുള്ള 1000 പോയിന്റ്സ് എങ്ങനെ നമുക്ക് വിനിയോഗിച്ച് മാക്സിമം ആൾക്കാരെ കൊണ്ട് സാധനങ്ങൾ കളക്ട് ചെയ്യിപ്പിക്കുക എന്നുള്ള പരിപാടിയായിരുന്നു ഇന്നലെ ചെയ്യേണ്ടത്. റാങ്കിങ്ങിൽ ഫസ്റ്റ് ഉള്ള ആൾക്ക് 20 സെക്കൻഡ് കൊണ്ട് സാധനം എടുക്കാം, പണിപ്പുരയിൽ സാധനം എടുക്കാം. സെക്കൻഡ് കിട്ടിയ ആൾക്ക് 15 സെക്കൻഡ് കൊണ്ട് സാധനങ്ങൾ എടുക്കാം. ബാക്കി എല്ലാവർക്കും 10 സെക്കൻഡ് കൊണ്ട് സാധനങ്ങൾ എടുക്കാം. ശരിക്കും പറഞ്ഞാൽ 20 പേർക്കും പണിപ്പുരയിൽ കയറാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അത്. എല്ലാവർക്കും അവരവരുടെ ഇമ്പോർട്ടന്റ് ആയ സാധനങ്ങൾ എടുക്കാൻ പറ്റിയൊരു അവസരമായിരുന്നു. ഇവർ ചുമ്മാ ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് ആ ഗെയിം അങ്ങ് കൊളാക്കി നശിപ്പിച്ചു. ശരിക്കും പറഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നുമില്ല. 20 സെക്കൻഡാണ് ഫസ്റ്റിൽ പോകുന്ന ആൾക്ക്, സെക്കൻഡ് പോകുന്ന ആൾക്ക് 15, തേർഡ് പോകുന്ന ആൾക്ക് 10, പിന്നെ അങ്ങോട്ടുള്ള 10. 5 സെക്കൻഡ് വ്യത്യാസം മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഒരു കാല് വെക്കുന്ന സമയം അത്രേ ഉള്ളൂ. ഫസ്റ്റ് വിട്ടുകൊടുക്കാൻ അനീഷ് ഒട്ടും റെഡി ആയിരുന്നില്ല. പറഞ്ഞോണ്ടേ നിൽക്കുന്നത് ഞാനാ ഫസ്റ്റ്, ഞാനാ നമ്പർ 1 എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എല്ലാരും ഒന്ന് വിട്ടുകൊടുത്തില്ലെങ്കിൽ അയാൾ ഫസ്റ്റ് ആവോ എന്തെങ്കിലും ആയിട്ട് സാധനങ്ങൾ വീട്ടിലെത്തിയാനെ. ഷാനവാസ് നല്ലൊരു ഡിസിഷൻ എടുക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അതായത് ബാൻഡുള്ളവര് ഫസ്റ്റ് പോട്ടെ, അപ്പൊ അവർക്ക് 20 സെക്കൻഡിനുള്ളിൽ പോകുമ്പോൾ അവർക്ക് ഓൾറെഡി ഡ്രസ്സൊക്കെ കിട്ടുമല്ലോ, കൂടുതൽ ഫുഡ് വീട്ടിലേക്ക് കിട്ടിയേനെ എന്ന് പറയുന്നുണ്ട്. അതിനാരും റെഡിയല്ല. കാരണം അനീഷ് തന്നെയാണ് പ്രധാന എതിരാളി. പിന്നെ ഫസ്റ്റ് എന്നുള്ള റാങ്കിന്റെ കേസിലും ഷാനവാസ് പറഞ്ഞു അയാൾ പോയിക്കോട്ടെ, അയാൾ വേണ്ടല്ലോ, എടുത്തോട്ടെ, എന്ത് വേണമെങ്കിൽ എടുത്തോട്ടെ, നമുക്ക് ബാക്കിയുള്ളവർക്കുള്ള സമയം ചാൻസ് കളയരുത് എന്ന് ഷാനവാസ് പറയുന്നുണ്ട്. പക്ഷെ ഇതൊരു ക്യാപ്റ്റൻ എടുക്കേണ്ട ഒരു തീരുമാനമല്ല, ഇതെല്ലാവരും ഐക്യകണ്ഠമായിട്ട് എടുക്കണം എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും 1 മണിക്കൂറിനുള്ളിൽ ഈ റാങ്കിങ് ടാസ്ക് തീർക്കണം. അവിടെയുള്ള ഭൂരിപക്ഷം ആൾക്കാർ ഒരുപോലെ ചിന്തിച്ചാൽ മാത്രമേ ആ ഒരു സംഭവം വർക്കൗട്ട് ആവുള്ളൂ. അപ്പാന് ശരത്തിലും അനീഷിനോട് നല്ല എതിർപ്പുണ്ട്. പക്ഷെ എങ്കിലും ഷാനവാസ് പറഞ്ഞ് കൺവിൻസ് ചെയ്തപ്പോ അപ്പാനെയൊക്കെ ഒന്ന് ഓക്കെ അങ്ങനെ വേണം, അങ്ങനെ എടുക്കാം, ഓക്കെ പോട്ടെ, വിട്ടുകൊടുക്കാം. പക്ഷെ അക്ബർ ഒട്ടും വിട്ടുകൊടുത്തില്ല. അക്ബർ ഈ പരിപാടി നടക്കൂല, ഞാൻ ഈ ഒരു സംഭവത്തോട് ഒട്ടും യോജിക്കുന്നില്ല, അവൻ ആകെ ബഹളാക്കി. അക്ബർ അങ്ങനെ സ്ട്രോങ് ആയി എന്ന് പറഞ്ഞപ്പോ എല്ലാരും അക്ബറിന്റെ കൂടെ കൂടി. അക്ബർ എന്നിട്ട് പറഞ്ഞു 14ാമത്തെ റാങ്കെല്ലാം വേണമെങ്കിൽ എടുത്തോട്ട്, 1ാം സ്ഥാനം എന്തായാലും കൊടുക്കൂല.
ആര്യ പോയിട്ട് 13ാമത്തെ റാങ്ക് എടുത്തിട്ട് പുള്ളിക്കാരന്റെ ദേഹത്തിട്ട് പുള്ളിക്കാരൻ തൂക്കിയിട്ട് നടന്ന ഫസ്റ്റ് റാങ്ക് എടുത്ത് കീറുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അനാവശ്യം എന്ന് വെച്ചാൽ അവിടെ ഒരു പ്രസക്തി ഇല്ല ഇതിനൊന്നും, റാങ്കിങ്ങിനൊന്നും. ബിഗ് ബോസ് പറയുന്നത് 20 പേർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കയറുവാണ് സ്വന്തം സാധനം എടുക്കാനും. മുന്നേ ആണെങ്കിൽ സെലക്ട് ചെയ്ത ഒരാൾക്ക് മാത്രം പോയിട്ട് 40 സെക്കൻഡ് 50 സെക്കൻഡിലോ പോയിട്ട് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് വരും. ഇത് അങ്ങനെയല്ല, 20 ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുവാണ്. സത്യം പറഞ്ഞാൽ നല്ലൊരു ചാൻസ് ആയിരുന്നു, അത് ടോട്ടലി മിസ്സാക്കി. പിന്നെ ഫസ്റ്റ് പോകുന്നവർക്ക് ഒരുപാട് സമയം കിട്ടുന്നുണ്ടെങ്കിൽ നഷ്ടമാണ്. അനീഷിനെ വിട്ടുകൊണ്ട് ടോട്ടലി നഷ്ടമാണ്. മാത്രമല്ല അയാൾ അങ്ങനെ കയറി വരണ്ടെന്നൊക്കെ ചിന്തിക്കാം, എല്ലാം കൂടി ചിന്തിക്കാം വേണമെങ്കിൽ. ഇതങ്ങനെയൊന്നുമില്ല, 20 സെക്കൻഡാണ്, 5 സെക്കൻഡ് വ്യത്യാസമാണ് ഫസ്റ്റ് സെക്കൻഡ് തമ്മിലുള്ളത്. പിന്നെ ബാക്കിയെല്ലാം 10 സെക്കൻഡ്, ഓൾമോസ്റ്റ് സിമിലർ സമയങ്ങളാണ്. ഷാനവാസ് ക്യാപ്റ്റനായിട്ട് മുന്നോട്ട് വെച്ച 2 നടപടികൾ, അതായത് ബാൻഡ് ഇട്ടവർ പോട്ടെ എന്ന് പറഞ്ഞതും അതുപോലെ തന്നെ അനീഷിനെ വിട്ടുകളഞ്ഞ 2 അഭിപ്രായങ്ങളും നിലപാടുകളും കിടിലാണ്. ആ ഒരു ടാസ്ക് അവിടെ നടക്കുവാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടത്. നല്ലൊരു ക്യാപ്റ്റൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടെ പ്രാക്ടിക്കലായി ചിന്തിക്കുന്നുണ്ട് ഷാനവാസ്. അക്ബർ ഞാൻ കരുതി നല്ലൊരു പ്ലെയർ ആണ്, മൈൻഡ് ഗെയിം അറിയാം, നല്ലൊരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഇന്നത്തെ ഒരു ആക്ടിവിറ്റിയിൽ അക്ബർ ഭയങ്കര പുറകോട്ട് പോയി. പിന്നെ അപ്പായി ചേർത്തിന് നല്ല ശക്തമായ എതിർപ്പ് അനീഷിനോടുണ്ട്. ഓരോ സമയത്തും അനീഷിന്റെ പേര് വരുമോ മുന്നോട്ട് വരുമ്പോ ചെയ്യുമ്പോൾ നല്ലോണം എതിർത്ത് നിൽക്കുന്നുണ്ട്. ഫസ്റ്റ് ഈ ടാസ്ക് കൊടുക്കുന്നതിന് മുന്നേ ഫസ്റ്റ് ആവാൻ വേണ്ടിട്ട് ഒരു സ്റ്റൂൾ എടുത്ത് പോയിട്ട് രണ ഫാത്തിമയായിരുന്നു ആ സൈഡിൽ നിന്ന്, ലെഫ്റ്റ് സൈഡിലുണ്ടായ ആ സൈഡിൽ പോയിട്ട് ഒരു സ്റ്റൂൾ എടുത്ത് പോയിട്ട് നേരെ പോയിട്ട് ഞാൻ ഫസ്റ്റ് ഓർന്ന് ഒറ്റ ഇരുത്തിരിക്കുക ചെയ്ത്. അപ്പൊ രണ ഫാത്തിമേന്റെ കാലിൽ കൊണ്ടിട്ട് വേദനയായി കൊണ്ട് അവിടെ മുട്ടനടിയായിരുന്നു. ആദ്യം അതായിരുന്നു. ഈ അനീഷ് പറയുന്നത് ഏത് പരിപാടിക്ക് പോയാലും എന്തിനു പോയാലും പുള്ളിക്കാരൻ ഫസ്റ്റ് ആവണം. അങ്ങനെ ഉണ്ണിക്കുട്ടൻ ഫസ്റ്റ് എന്ന് പറയുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ചെങ്ങായി. അതിനോടൊക്കെ നമ്മൾ മത്സരിക്കാൻ പോയാൽ നമ്മളുടെ സംഭവങ്ങളും നമ്മളെ ഫുഡ് നമ്മളെ ഡ്രസ്സ് എല്ലാം മിസ്സായി പോകും. അതൊരു മോശം തീരുമാനമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ മേക്കപ്പ് സാധനങ്ങൾ എടുത്ത് വെക്കുന്നതിൽ പരാതിയായിട്ട് ബിഗ് ബോസ് പോയി. ബിഗ് ബോസ് ഈ പരിപാടി ഇപ്പൊ നിർത്തിവെച്ചു. ലാലേട്ടൻ പറഞ്ഞിട്ട് പോലും നിങ്ങൾ മേക്കപ്പ് സാധനങ്ങൾ തിരിച്ചു കൊടുത്തിട്ടാന്ന് പറയുന്നുണ്ട്. ജസ്ലേന്റെ കൈമ മേക്കപ്പ് സാധനങ്ങൾ മൊത്തം ഉണ്ട്, ഒന്നും തിരിച്ചു കൊടുക്കുന്നില്ല. എന്റെയും ഒന്നുമില്ല, അവരുടെ നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് നടക്കുമെന്ന്. അത് നെക്സ്റ്റ് വീക്കിൽ ലാലേട്ടൻ പൊക്കുന്ന എനിക്ക് തോന്നുന്നു. കാരണം ഇന്നലത്തെ എപ്പിസോഡിന്റെ ആദ്യം കാണിക്കുന്നത് 7:50 ആകുമ്പോ ജിസല എണീച്ചിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല കുട്ടപ്പനായിട്ട് കിടന്നുറങ്ങി. എന്നിട്ട് 8 മണിക്ക് പാട്ട് വരുമ്പോൾ സാധാരണ പോലെ എണീക്കുന്നു, ഒന്നും അറിയാത്ത പോലെ എണീച്ച് ഡാൻസ് ചെയ്യുന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ അടുത്ത ആഴ്ച ലാലേട്ടൻ എന്തായാലും കാണിക്കുമായിരിക്കും. ജിസലൊക്കെ ഒരു വലിയ പണി വരാനുണ്ട്. 2 ആഴ്ചയായി ബിഗ് ബോസ് പുറകെ നടന്ന് ചോദിക്കുന്നത് മേക്കപ്പ് സാധനങ്ങൾ തിരിച്ചു തരാൻ. ഇത് കഴിഞ്ഞിട്ട് മിഡ് വീക്ക് എവിക്ഷൻ 2 പേർ നിർബന്ധമായി പോകും ടാസ്കിനെ ബേസ് ചെയ്തിട്ട് എന്ന് പറഞ്ഞു. അതായത് കളിക്കാത്തതോ ഇവിടെ നിൽക്കാൻ യോഗ്യതയോ ഇല്ലാത്ത 6 പേരെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പം അതില് അനീഷ്, ഒനീല്, രേണു, രണ, ശാരിക, സരിക ഇത്രയും പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ 2 പേര് പോകുന്നാണ് ബിഗ് ബോസ് പറയുന്നത്. അത് കഴിഞ്ഞ് പണി തീർന്നില്ല. അടുത്ത ടാസ്ക് എന്തായിരുന്നു വെച്ചാൽ നോമിനേഷൻ ചെയ്യുക. വീക്ക്ലി നോമിനേഷൻ, എവിക്ഷന്റെ നോമിനേഷൻ ആയിരുന്നു. അതില് എല്ലാരും സെലക്ട് ആയിട്ടുണ്ട് എക്സെപ്റ്റ് അഭിലാഷ്. ശരിക്കും പറഞ്ഞാൽ 2 or 3 പേര് ഈ ആഴ്ച പോവും. എനിക്കൊന്ന് ഷാനവാസ് എവിക്റ്റഡ് ആയിട്ടുള്ള നല്ലൊരു ഗെയിമർ ആയിട്ട് വരും. നല്ല ഒരു പ്ലാൻ ഒക്കെ ഉണ്ട് പുള്ളിക്കാരന്. അതുപോലെ തന്നെ അനീഷ് നന്നായിട്ട് വരും. അക്ബർ കുറച്ചും കൂടെ ഒന്ന് പ്രാക്ടിക്കൽ ആവേണ്ട ആവശ്യമുണ്ട്. പിന്നെ ആരാ അവിടെ കളിക്കുന്നതിലും രണ ഫാത്തിമൊക്കെ ഇനീഷ്യലി എനിക്ക് തോന്നി നല്ല ഫയറാണ് പുള്ളിക്കാരിന്ന്. പിന്നെ ഒന്നും ഇല്ലാതായി. ഇന്നലൊക്കെ ആ ഒരു നോമിനേഷൻ ടാസ്കിനിടയിൽ രണ ഫാത്തിമയിലൊക്കെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു, കൂർക്കം വലിക്കുന്ന ഒച്ച കേൾക്കുന്നുണ്ടായിരുന്നു. രേണു സുധീനൊന്നും കാണാനേ ഇല്ല. തലവേദന എന്നൊക്കെ പറയുന്നുണ്ട്, പുറത്തേക്ക് പോകണമെന്ന് പറയുന്നുണ്ട്. എനിക്കൊന്ന് പുള്ളിക്കാരിയുടെ ഗെയിം കളിക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് തോന്നുന്നു. റാങ്കിങ് ടാസ്കിൽ, പണിപ്പുര ടാസ്കിൽ അവർ ആ ടാസ്ക് പിൻവലിച്ച സമയത്ത് സരിക പറയുന്നുണ്ട് നന്നായി പിൻവലിച്ചത്. അങ്ങനെ നമ്മൾ ഇതില് അനീഷ് കയറി പോണ്ട, അങ്ങനെ ഒരു ഔദാര്യത്തിലും ഞാൻ എവിടെയും നിൽക്കാറില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊരു ഗെയിമാണ്. ഇതില് ഔദാര്യം, എന്താ പറയാ, ഈഗോ, അതിലൊന്നും കാര്യങ്ങളില്ല. നമ്മൾ പോവുക, കാര്യം ചെയ്യുക, നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എങ്ങനെ കളിക്കാം, എങ്ങനെ ബെസ്റ്റായി നിൽക്കാം എന്നുള്ളതൊക്കെ കാര്യമുള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു സരികക്ക് എന്തായാലും പുറത്താവേണ്ട ഒരു കണ്ടസ്റ്റന്റിൽ ഒരാളാണ്. പിന്നെ ശാരികയുണ്ട്. ശാരികക്ക് ഗെയിം കളിക്കാനുള്ള ഒരാളായിട്ട് തന്നെ തോന്നുന്നുണ്ട് പുള്ളിക്കാരിയുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പോൾ. പക്ഷെ പുറത്ത് വന്നങ്ങ് കളിക്കുന്നില്ല, ഒന്ന് ആലസ്യത്തിൽ ഇങ്ങനെ ഇരിക്കുവായിരുന്നു. പിന്നെ ഒന്നില്ലാരും പറഞ്ഞല്ലോ ഫുഡ് വെച്ചിട്ടുള്ള പ്ലാൻ നടന്നില്ല. അനീഷ് എന്തായാലും പോകാൻ സാധ്യതയില്ല. എന്തെങ്കിലും ഒരു ഗെയിം കളിക്കുന്ന ഒരാളല്ലേ, എന്തെങ്കിലും ആവട്ടെ, ചൊറിഞ്ഞിട്ടാണ് കളിക്കുന്നത്, പക്ഷെ എന്തെങ്കിലും കളിക്കുന്നുണ്ടല്ലോ. പിന്നെ ആരപ്പ ഇതിൽ കളിക്കുന്ന ആൾക്കാര്? ഈ ആദ്യം പറഞ്ഞ 2-3 പേരല്ലാതെ എനിക്ക് വേറെ ആരും തോന്നിയില്ല. ഇനി ഇവരൊക്കെ എവിക്റ്റ് ആക്കിട്ട്, കളിക്കാത്തവരൊക്കെ എവിക്റ്റ് ആക്കിട്ട് വൈൽഡ് കാർഡിനെ കയറ്റുമോ പറയാൻ പറ്റില്ല. കാരണം ഇതൊരു തുടക്കത്തിലെ അങ്ങനെ അലസി കളിക്കാനോ മടി പിടിച്ചിരിക്കാനുള്ള ഒരു സമയം ബിഗ് ബോസ് കൊടുക്കുന്നില്ല. എന്തായാലും കണ്ടു. ഇന്നത്തെ ടാസ്ക് എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ പെർഫോമൻസ്? നോമിനേഷനിൽ വന്ന ഓരോരുത്തരുടെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യണേ. ആരാണ് ഇതിൽ നന്നായി കളിക്കുന്നവർ? നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാന്ന് മറക്കാതെ കമന്റ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ അത്രയും ഹാപ്പി ആയിട്ടിരിക്കുക. നെക്സ്റ്റ് ടൈം കാണാം. ബൈ ബൈ.